കള്ളനും കൊള്ളക്കാരനുമായ ട്രംപും അമേരിക്കയും ഈ ലോകത്തിന് ഒരു ചുക്കുമല്ല എന്നാണ് ഇറാൻ തെളിയിച്ചിട്ടുള്ളത്. അല്ല, അത് തെളിയിക്കാൻ ഇറാൻ വേണ്ടി വന്നു. അമേരിക്കയുടെ എന്തെങ്കിലും ഭീഷണിക്ക് ഇതുവരെ 40 ദിവസം കഴിഞ്ഞു. ഇറാൻ വഴങ്ങിയിട്ടുണ്ടോ? ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റുന്നുണ്ട്. പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഭീഷണി മുഴക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഇറാൻ അനങ്ങുന്നുണ്ടോ? ഇല്ല. ഇറാൻ അപ്പോഴും ഇപ്പോഴും ഒരപ്പനുള്ള വർത്താനേ പറയുന്നുള്ളൂ. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ ഞങ്ങളങ്ങ് പൂട്ടും, ഞങ്ങളത് മൂക്കിൽ കയറ്റും, ഞങ്ങൾ മൊത്തം തകർക്കും, പണ്ടത്തെ ജാംബവാന്റെ യുഗത്തിലെ ശിലായുഗത്തിലേക്ക് ഇറാനെ കൊണ്ടുപോകും. അതൊന്നും ഏച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്നാൽ നീ അങ്ങ് നമുക്ക് നോക്കാം എന്ന നിലപാട് ഇറാൻ എടുക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഹോർമൂസിലൂടെ മര്യാദയ്ക്ക് കപ്പൽ പോയിക്കൊണ്ടിരുന്നു. ആർക്കും ഒരു തടസ്സവും ഇല്ലാതെ, ഒരു ടോളും ഇല്ലാതെ സുഖമായിട്ട് എണ്ണ കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുകയും ഈ ലോകത്തിന്റെ സാമ്പത്തിക ക്രമവും മറ്റെല്ലാം മര്യാദയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നതുമാണ്. ഇറാന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. 40 വർഷമായിട്ട് ഇറാനെ കെട്ടിയിട്ടേക്കാണ്. ഇറാന്റെ സമ്പത്ത് പൂട്ടിവെച്ചേക്കാണ്. ഏത്? ഇറാന്റെ സമ്പത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചേക്കാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഇറാൻ ആരെയും ഒന്നും ദ്രോഹിക്കാതെ, ഒന്നും മിണ്ടാതെ അത് അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് കരുതിയിരിക്കുക. എന്നാൽ ഇപ്പോഴോ, ഇപ്പോ 4 ദിവസം കൊണ്ടങ്ങ് ഇറാനെ മൂക്കിൽ കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ 2 ശക്തികൾ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോ ഹോർമൂസിലൂടെ എണ്ണയുമില്ല, ഒരു പിണ്ണാക്കുമില്ല, അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നിട്ട് അന്ന് നോക്കിയിട്ട് ലോകത്തെ നോക്കി കണ്ട് ഇളിച്ച് കുത്തിയിരിക്കുകയാണ് ട്രംപ്. അല്ലെ, എന്തൊരു നാണം കെട്ട രാജ്യമാണ്. ആലോചിച്ച് നോക്കൂ, ഡോളറിലല്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് ബിസിനസ് നടക്കില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. എല്ലാം ഡോളറിൽ, മുഴുവൻ ഡോളറിൽ. നമുക്കറിയാം, മിക്ക രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറൻസിയേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഡോളർ ഉണ്ടോന്നാണ്. ഡോളർ ഉണ്ടെങ്കിൽ നടക്കാം, അതായിരുന്നു അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഡോളർ ഇല്ലെങ്കിൽ ഒരു ചുക്കുമില്ല, ഒന്നും സംഭവിക്കാനില്ല എന്ന് ലോകത്തെ തെളിയിച്ചേക്കണേറാൽ. ഒരുപാട് സംഭവവികാസങ്ങൾ കഴിഞ്ഞ 40 ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക എന്ന രാജ്യം ഒരു ചുക്കുമല്ല, നമ്മളെ ലോക രാജ്യങ്ങൾക്ക് ആർക്കും ഒരു ഭീഷണിയേ അല്ല. അതായത് മര്യാദയ്ക്ക് നട്ടല് നിവർത്തി ഒരാൾ എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ മുന്നിൽ മുട്ടുവളച്ച് നീ എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് തെളിഞ്ഞില്ലേ? അങ്ങനെ തെളിഞ്ഞില്ലേ? ഏതൊക്കെ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം ഇറാന്റെ 10 ഉടമ്പടികൾ അത് ഞങ്ങൾ അംഗീകരിച്ചു, എന്നാലെങ്കിലും വെടിനിർത്തുക എന്ന് പറഞ്ഞു. അംഗീകരിച്ചിട്ട് കാര്യമില്ല. അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൂടി എന്തായി? ആകെ മുണ്ട് കയറി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഇരുന്നിട്ട് ഇതന്നെ സംഭവിക്കുമ്പോൾ നമുക്കറിയാമായിരുന്നു. സത്യത്തിൽ ഇറാൻ പാകിസ്ഥാനിലേക്ക് വന്നത് അമേരിക്ക ഇറാനിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള സകല തോന്നിയാസങ്ങളും, ആ തെമ്മാടിത്തരം, ആ ഭീകര കൃത്യം, ആ കുരുന്നുകളെ ചുട്ടുകരിച്ച് കളഞ്ഞത്, ബോംബിട്ട് തകർത്ത് കളഞ്ഞതൊക്കെ ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ലോകം കണ്ടില്ലേ? ആ ഫ്ലൈറ്റിലെ സീറ്റുകളിൽ നിരത്തി വെച്ചിരുന്ന കുട്ടികളുടെ ഫോട്ടോയും ബാഗും ഷൂസും ആ പൂക്കളും ഒക്കെ ലോകത്തെ ചെറുതായിട്ടൊന്നും അല്ല വേദനിപ്പിച്ചത്. അതായത് ലോക സമാധാനം എന്ന് പറഞ്ഞിട്ടാണ് ഈ അമേരിക്ക നടക്കുന്നത്. ഇന്ന് അമേരിക്ക ചെയ്യുന്നത് മുഴുവൻ തെമ്മാടിത്തരം അങ്ങേറ്റമാണ്, കൊള്ളയാണ്. വെനിസുലന്റെ എണ്ണ അത് പോയി മോഷ്ടിച്ചു, പിടിച്ചു പറിച്ചു, അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കി. അതുപോലെ ഇറാഖ് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ആ ഇറാനെയും കൂടെ തമ്മിൽ അടുപ്പിച്ചു. ഇറാഖിനെ കൊണ്ട് ഇറാനെ അടുപ്പിച്ചു. എന്നിട്ട് 8 കൊല്ലം ആ യുദ്ധം നീണ്ടു നിന്നു. അതിനുശേഷം ഇത് എവിടെയും എത്തൂല എന്ന് മനസ്സിലായപ്പോൾ, ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ പിടിയിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇറാഖിനുള്ള സപ്പോർട്ടും പിൻവലിച്ചു, യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. അതായത് ആരും ജയിച്ചതുമില്ല, ആരും തോറ്റതുമില്ല, ഇത് എവിടെ നിന്ന് അവസാനിക്കില്ല. അന്നേ അമേരിക്ക മനസ്സിലാക്കിയതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല എന്ന്. കാര്യം അന്ന് ഇറാഖിനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇറാൻ അന്നേ മനസ്സിലാക്കി ഇനി അടി കിട്ടാൻ പോണത് ആർക്കാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇറാഖിനെ അടിക്കുന്നതിന് മുമ്പേ അമേരിക്കയെ അടിക്കാനുള്ള വകുപ്പ് അന്ന് മുതലേ ഉണ്ടാക്കി തുടങ്ങി. അതിനുശേഷമാണ് അമേരിക്ക ഇറാഖിനെ അടിക്കുന്നതും കീഴ്പ്പെടുത്തുന്നതും. പക്ഷെ അതൊക്കെ അവരുടെ വിഷയം എന്ന് കരുതി ഇറാൻ വേണ്ടിയില്ല. പക്ഷെ ഇറാന്റെ നെഞ്ചത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്നതെല്ലാം കൂടി ഇന്നങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങി. എല്ലാം അന്ന് മുതൽ ഇന്ന് വരെ അമേരിക്കന്റെ നെഞ്ചും കൂടി തുളയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നെഞ്ചും കൂടി തുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മുതലുണ്ടാക്കി വെച്ചിരുന്നു. പക്ഷെ അങ്ങോട്ട് ചെയ്യില്ല എന്നുള്ളത് അവരുടെ ഒരു ഇങ്ങോട്ട് വന്ന വിടയില്ല എന്നുള്ളത്. എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ? ഇറാനെ 4 ദിവസം കൊണ്ട് പൂട്ടെന്ന് പറഞ്ഞ് അടി തുടങ്ങിയ അമേരിക്ക കുറച്ചു നാൾ മുമ്പ് പറഞ്ഞിരുന്നു, ഹോർമൂസ് ഞങ്ങൾ തുറക്കുന്നു, ഞങ്ങൾ അവിടെ പട്ടാളം ഇറങ്ങാൻ പോകുന്നു, അമേരിക്ക ഹോർമൂസ് പിടിച്ചെടുക്കാൻ പോകുന്നു, എന്നിട്ട് ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ പോകുന്നു. ഇതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഇന്നിപ്പോ അവസാനം പറയുന്ന വാർത്ത, ഞങ്ങൾ ഹോർമൂസ് പൂട്ടാൻ പോവാണ്. അതായത് ആ ഹോർമൂസിലൂടെ ഇറാന്റെ അനുമതിയോടുകൂടി പോകുന്ന കപ്പലുകളെ ഞങ്ങൾ തടയുമെന്ന്. എന്ത് നാണം കെട്ട ഒരു ഭരണാധികാരിയാണ് ഈ ട്രംപ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു നാണക്കേടാണ്.
ഞങ്ങളിത് തുറക്കും, ഇപ്പൊ അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവസാനം ഇറാൻ അത് ആവശ്യമുണ്ട്. കാര്യം ഇറാന് യുദ്ധ പ്രതിരോധത്തിന് ഹോർമൂസ് ഉപയോഗിക്കുന്നതിൽ അയാളെ തെറ്റു പറയാൻ പറ്റില്ല. അതേ ഹോർമൂസ് ഇപ്പൊ ബാക്കിയുള്ള ലോക രാജ്യങ്ങൾക്ക് തടസ്സപ്പെടുത്താം, അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ഞങ്ങൾ തടയും, തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ഇപ്പോൾ. അതായത് എന്താണ് ഇറാൻ ചെയ്യുന്നത് അതിന്റെ അങ്ങേപ്പുറത്തെ ദ്രോഹമാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യാൻ പോണത്. അതായത് ഇറാൻ ഹോർമൂസിന് വെച്ചുകൊണ്ട് അമേരിക്കയെ വരിഞ്ഞു മുറുക്കുമ്പോൾ അതേ ഹോർമൂസിന് വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ മൊത്തം വരിഞ്ഞു മുറുക്കി ലോകരാജ്യങ്ങളെ മുഴുവൻ ഇറാന് മേലെ സമ്മർദ്ദം ചെലുത്താനുള്ള സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാടകം കളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ കഴിവ് എന്താണെന്ന് ചിന്തിച്ചാൽ പോരെ. അമേരിക്കന്റെ പ്രസിഡന്റിനെ ലോക പോലീസിന്റെ നായകന് എന്നൊക്കെയല്ലേ പറയുന്നത്. സൈനിക നടപടിയിലൂടെ ഇറാനെ പിടിച്ചു കെട്ടാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കഴിവുകേട് മനസ്സിലാക്കി ട്രംപ് ഇനി ഇറാന്റെ എണ്ണ വിൽപ്പനയിലൂടെ ഇറാനെ പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് നോക്കാൻ. ഇറാന്റെ എണ്ണ ഇനി വിൽക്കണ്ട, ഇറാന്റെ എണ്ണ വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുവഴി എണ്ണക്കപ്പൽ പോയാൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ നിൽക്കുക. എന്താ ഇതിന്റെ അവസ്ഥ? കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, അമേരിക്കന്റെ പട്ടാളം ഹോർമൂസ് പിടിച്ചെടുക്കും, ഞങ്ങളിതേ കപ്പൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്, 2 കപ്പൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആ കപ്പലുകൾ കണ്ടം വഴി ഓടിച്ചു വിടുമ്പോൾ കപ്പലുകൾ ഓടുന്ന വീഡിയോയും ആ കപ്പലിനെ ആട്ടിവിടുന്ന വോയിസ് നോട്ടുകളും ഒക്കെ ഇപ്പൊ വീഡിയോ ആയിട്ട് ഇറാൻ പുറത്തു വിട്ടു. നാണം കെട്ടതാരാ? ഞങ്ങളിതേ ഇപ്പൊ മറിക്കുമെന്ന് പറഞ്ഞ അമേരിക്കയുടെ നാവികസേനയെ ആട്ടിവിടാൻ തക്കുന്ന ശക്തി ഇറാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറാൻ എവിടെ എത്തി നിൽക്കുകയാണ്? ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കന്റെ നാവികസേന ആ വഴി വന്നാൽ ഹോർമൂസിന്റെ മേഖലയിൽ വന്നാൽ ഇറാൻ അതിനെ പൂട്ടും. നമുക്കറിയാലോ, 2 കപ്പലുകൾ, 2 വജ്രായുധങ്ങൾ, അമേരിക്കയുടെ 2 വജ്രായുധങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. ജെറാൾഡും അതുപോലെ എബ്രഹാം ലിങ്കനും. ഈ 2 കപ്പലുകളെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. അതുകൊണ്ടാണ് ഇറാൻ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞപ്പോ ഒന്നും ഇണ്ടാതെ വായമോടി വേഗം വണ്ടി വിട്ടത്. ഇല്ലെങ്കിൽ ആ കപ്പലുകളും കട്ടപ്പുറത്ത് കയറുമെന്ന് അവർക്കറിയാം. മാത്രമല്ല, ഇറാൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇതുവഴി എണ്ണ കൊടുത്തുവിടും, ഞങ്ങൾക്ക് ടോൾ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ടോൾ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ടോൾ തരുന്ന അതല്ലെങ്കിൽ ഞങ്ങളുമായി സഹകരിച്ചു പോകുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ സുഗമമായി ഇത് കടന്നു പോകും. ആ കപ്പലുകൾക്ക് അമേരിക്കയിൽ നിന്നല്ല ആരെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ വെച്ചാൽ വിവരം അറിയും എന്നാണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. അത് ഇറാൻ വെറുവാക്ക് പറയില്ലെന്നറിയല്ലോ, വിവരം അറിയുമെന്ന് പറഞ്ഞാൽ അറിയും തന്നെ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ ഇറാൻ അമേരിക്ക ചർച്ചയിൽ അമേരിക്ക പരാജയപ്പെട്ട് നാടുവിട്ട ശേഷം അമേരിക്ക എടുത്തിട്ടുള്ള നിലപാട് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും. തങ്ങൾക്ക് കിട്ടിയില്ല, കാർഗ് ദ്വീപ് കിട്ടിയില്ല, ഇറാന്റെ എണ്ണ കിട്ടിയില്ല, ഇറാന്റെ കയ്യിലുള്ള യുറേനിയം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇനി കിട്ടാത്ത നിലയ്ക്ക് ഇനി വേറെ ആർക്കും കിട്ടണ്ട, എണ്ണ ഇനി വേറെ ആരും കൊണ്ടുപോകണ്ട, ആ നിലപാടാണ് ഇപ്പോൾ അമേരിക്ക എടുക്കാൻ പോണത്. അല്ലാതെ ഇറാനെ തൊടാനുള്ള ശേഷിയൊന്നും ഇല്ല. മുകളിൽ നിന്ന് 4 ബോംബ് ഇടാൻ കഴിയും, ശരിയാണ്. പക്ഷേ കരയുദ്ധത്തിന് ഇങ്ങോട്ട് വന്ന അമേരിക്കൻ സൈന്യത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാലോ. ഒരു പട്ടാളക്കാരനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ വന്ന അമേരിക്കൻ പട്ടാളത്തിന്റെ വ്യോമസേനയുടെ അടക്കമുള്ള 10-15 വിമാനങ്ങളാണ്, ഹെലികോപ്റ്ററുകളും മറ്റു ഡ്രോണുകളും അടക്കം ഒരു ഒറ്റ ദിവസം കൊണ്ട് പോയത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ ഇറാൻ അടിച്ചിട്ടത് 12,000 കോടി വിലയുള്ള അമേരിക്കയുടെ അത്യന്താധുനിക സംവിധാനത്തിലെ ഡ്രോണിനെയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആകെ 20 ഡ്രോണും കണ്ടേ ഉള്ളൂ അമേരിക്കയുടെ പക്കൽ എന്നാണ് പറയുന്നത്. 2 എണ്ണത്തിന് ഇതുവരെ വീഴ്ത്തി കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു 18 എണ്ണം മാത്രമേ അമേരിക്കയുടെ കയ്യിലുള്ളൂ. അതായത് അമേരിക്കയുടെ അത്യന്താധുനിക ഡ്രോണുകളെയും അതുപോലെ അവരുടെ വിമാനങ്ങളെയും എന്താ പറയാ റഡാർ തൊടാതെ പോകുന്ന സാധനങ്ങളെയൊക്കെ പുഷ്പം പോലെ ഇറാൻ അടിച്ചിടുമ്പോൾ ഇറാന്റെ വ്യോമ മേഖല പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ സുരക്ഷിതമല്ല എന്നുള്ള നിലയെത്തിക്കാണ്. $5 വരെ, $5 മുതൽ $6 വരെ കൂടിയിട്ടുണ്ട് അമേരിക്കയിലെ പെട്രോൾ വിലയ്ക്ക്. അമേരിക്കൻ ജനതയുടെ വൻ പ്രതിഷേധം ട്രംപ് നേരിടുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി വരാൻ പോണത് ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളെ അമേരിക്ക തടയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള എണ്ണ ഒഴുക്ക് മുടങ്ങും. അതായത് ഹോർമൂസിലുള്ള പാചകവാതക എണ്ണ ഒഴുക്ക് മൊത്തത്തിൽ നിൽക്കും. അതായത് ലോകരാജ്യങ്ങളിൽ മിക്കയിടങ്ങളിലും അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. പ്രത്യക്ഷത്തിൽ അത് അമേരിക്ക താൻ വിജയിച്ചു തോന്നിയാലും ആത്യന്തികമായി എന്താ സംഭവിക്കുന്നത്? അമേരിക്ക ഈ ലോകത്ത് ഒറ്റപ്പെടാൻ പോവാണ്. അതായത് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന, ലോകത്തെ പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക ഇറാനെ കയറി അടിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ലോകത്ത് ഒന്നുമല്ലാതായി തീരാൻ പോകുന്നു എന്നതാണ് ഈ യുദ്ധം കൊണ്ട് കിട്ടുന്ന ഉത്തരം. അത് ഫൈനലിൽ എല്ലാവർക്കും മനസ്സിലാവും. ഇറാനെ 4 ദിവസം കൊണ്ട് പൂട്ടി ഇറാഖിനെ പോലെ ആക്കി ഇറാന്റെ സർവ്വസ്വത്തും കവർന്നെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലെടുക്ക് പൂട്ടപ്പെട്ടു. ലോകം മുഴുവൻ എതിരായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. സഖ്യകക്ഷികളാകട്ടെ ഇറാനെ അടിക്കാനെന്നല്ല ആരെ അടിക്കാനും കൂടെ വരുന്നില്ല. പിന്നെ എപ്പോഴും കൂടെ നിൽക്കുന്ന ബ്രിട്ടനും ഫ്രാൻസും പോലും തങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ആരും തന്നെ സഹകരിക്കാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നെ
വ്യാപാരം മുഴുവൻ ഡോളറിൽ നിന്ന് മറ്റ് നാണയത്തിലേക്കും ക്രിപ്റ്റോയിലേക്കും മാറിപ്പോണ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ആ ഒരു നായകത്വം അല്ലെങ്കിൽ അങ്ങനെ വെച്ചിരിക്കുന്നത് നഷ്ടപ്പെടുമെന്ന് ട്രംപ് ഭയപ്പെടൂലേ? ഇറാൻ അടിക്കാനുള്ള ട്രംപിന്റെ മന്ദബുദ്ധി പ്രയോഗം കൊണ്ട് ഹോർമൂസിന്റെ കാര്യം ഏകദേശം തീരുമാനമാകുന്നുണ്ട്. ഇത് ചെങ്കടലിലെ ബാബുൽ മന്ദബിൽ വല്ലതും എത്തിക്കഴിഞ്ഞാൽ അവിടെ കൂടി ഇത്തരത്തിലുള്ള തീരുമാനം ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി പാലും വെള്ളത്തിലായി ലോകരാജ്യങ്ങൾ. ഏതായാലും അമേരിക്കയ്ക്ക് ലോക പോലീസ് എന്നുള്ള പട്ടം ഇനി ഇറക്കി വെക്കാം. അമേരിക്കയിലെ ഏറ്റവും കഴിവുകെട്ട പ്രസിഡന്റ് അല്ലെങ്കിൽ ഏറ്റവും നാണം കെട്ട പ്രസിഡന്റ് അല്ലെങ്കിൽ ഏറ്റവും വിവരമില്ലാത്ത പ്രസിഡന്റ് എന്ന പട്ടം എടുത്ത് ട്രംപിന് തലയിൽ വെക്കുകയും ചെയ്യാം. Different angles. Don't forget to subscribe and support this channel.